അമ്മയാണ് ഇപ്പൊ എപ്പോഴും ലൊക്കേഷനിൽ നമ്മൾ കാണാറുണ്ട്. അപ്പം ഞാനിപ്പോഴാണ് ഒരാളെ കാണുന്ന സീരിയൽ ലൊക്കേഷനിൽ വരുമ്പോ അമ്മയൊക്കെ കൊണ്ടൊക്കെ എങ്ങനെ വരുന്നത്? അത് പണ്ട് തൊട്ടേ അങ്ങനെ ഉണ്ടോ? എന്റെ കൂടെ പണ്ടേ അമ്മ വരും. അമ്മ വരും. ഒന്നാമത് ഇത്രയും ലോങ് ആയതുകൊണ്ട് അമ്മ എന്തായാലും വരും. അപ്പൊ ഇങ്ങനെ ഷൂട്ടിംഗ് 21 വയസ്സല്ലേ ആയിട്ടുള്ളൂ. 21 ആയത്. 21 വയസ്സ് ഈ ലൊക്കേഷനിൽ ഞാൻ കേക്ക് കട്ട് ചെയ്തത്. ദൈവമേ. അപ്പൊ ലൊക്കേഷൻ ഏറ്റവും കൊച്ചു കുട്ടിയാണത്. അല്ല, ഒരു ചെറിയൊരു മോളും കൂടി ഉണ്ട് ഇതില്. അങ്ങനല്ലേ ഈ ഒരു അങ്ങനെ പറഞ്ഞോട് അവളെ കണ്ട് അവളെന്നെ അടിക്കില്ലേ കൊച്ചുകുട്ടി അവള് കേക്കണ്ടായത്. അപ്പൊ എന്തൊക്കെയാ പഠിച്ചതും കാര്യങ്ങളൊക്കെ? ഞാൻ +2 കഴിഞ്ഞ് പിന്നെ BA ചെയ്തു. പിന്നെ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ഷൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ ഷൂട്ടിലൊക്കെ സമയത്ത് നമുക്ക് ഇപ്പോ ഈ ഫുഡിന്റെ ആയാലും സ്കിന്നിന്റെ ആയാലും ഓരോ ഇഷ്യൂസ് ഒക്കെ, അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? എനിക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഒരാളാ. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ബ്രേക്ക് എടുക്കണ്ട. അതെ, എനിക്കിങ്ങനെ ഫുഡ് വേണമെന്നില്ല. ചില സമയത്ത് എനിക്കിങ്ങനെ ക്രേവിങ്സ് വരുമ്പോൾ എനിക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ എനിക്കത് നിർബന്ധം തന്നെ കഴിക്കണം. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ അതിവിടെ ലൊക്കേഷനിൽ തന്നെ ചോദിച്ചാൽ അറിയാം, ഞാൻ ഫുഡ് കഴിപ്പ് കുറവാ, കുറച്ചേ കഴിക്കും. അങ്ങനെ വെള്ളം പോലും ഞാൻ കുടിക്കില്ല. വിശപ്പും ദാഹൊന്നും ഇല്ലേ? എനിക്കില്ല. പക്ഷെ എനിക്ക് വിഷമം 1.5 വിശപ്പായിരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ എനിക്ക് ഒന്നാമത് പറഞ്ഞ ചിലപ്പോ അടിയെടുക്കും സാർ. ഇവിടെ എനിക്ക് സാറിനെ ഭയങ്കര പേടിയാ. ഡയറക്ടർ സാറിനെ ഭയങ്കര പേടിയാ. സാർ ഇന്ന് തന്നെ രാവിലെ വന്ന് രാവിലെ വന്ന് ലൊക്കേഷനിൽ എത്തിയിട്ട് നല്ലപോലെ കിട്ടി, വയറ് നിറഞ്ഞു. രാവിലെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെയല്ല, സാറിന് ഭയങ്കര സ്നേഹം. പിന്നെ അതുകൊണ്ട് സാറിന് ഇങ്ങനെ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ സാറിന് സമാധാനം വരത്തില്ല. എനിക്ക് വഴക്ക് കേട്ടില്ലെങ്കിലും അറിയും. പക്ഷെ ഇപ്പൊ ഞാനത് എൻജോയ് ചെയ്യുന്നു. ഇന്ന് കരഞ്ഞു. വഴക്ക് കേൾക്കാതെ കേറിയില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലേ? സത്യമായിട്ടും. ഞാൻ ഇന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടുന്ന ചിത്രാഞ്ജലിയിലെ ഷൂട്ട് ഉണ്ടായത്. അവിടെ നിന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് വരുമ്പോൾ ഞാൻ മുതല ചേച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന് എന്താണാവോ സാറ് പറയുന്നത്. എന്തിനാ ആക്ച്വലി വഴക്ക് കിട്ടുന്നേ? സാറിന് വെറുതെ, സാറിന് ഒരു ഇഷ്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറയുമല്ലോ, അങ്ങനെ. പക്ഷെ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഇന്ന് പറഞ്ഞത് രണ്ടാളും ഒരേ കളർ കോസ്റ്റ്യൂം ആയി എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. അപ്പൊ ചേച്ചി അവിടെ നിൽക്കുമ്പോ ചേച്ചിനെ പറയണ്ട, എന്നെ പറയുമ്പോ എനിക്ക് നല്ലോണം വിഷമായി. ഞാൻ ചിരിച്ചോട് നിന്നേ തിരിഞ്ഞു കഴിഞ്ഞ് കരഞ്ഞ്. ചേച്ചി മാത്രമേ കണ്ടു. സെൻസിറ്റീവ് ആണോ? പെട്ടെന്ന് കരയുന്നതാണോ? പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടർ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എന്നെ പെട്ടെന്നായിരിക്കും. അപ്പം എന്തെങ്കിലും അതുപോലത്തെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് ഒരാൾ പറഞ്ഞ് ഹേർട്ട് ചെയ്ത് കരഞ്ഞൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര ഹേർട്ട് ആയിട്ട് ലൈഫില്? ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ഉണ്ട്. എപ്പോഴും കരച്ചിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആകെ കരയുന്നത് ഈ സാർ വഴക്ക് പറഞ്ഞാൽ ഞാൻ എപ്പോൾ കരയും. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും എന്നെ മോട്ടിവേറ്റ് ചെയ്ത്. മെയിൻ ആൾ അഖിലേട്ടനെ നിന്നെ സമാധാനിപ്പിക്കും, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ സാർ അങ്ങനെ പറയുന്നത്. പക്ഷെ അഭിനയത്തിന്റെ അതൊന്നും പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഫോൾട്ടിൽ പറയുന്നത് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം, നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷെ സാർ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നല്ല ഫീലാവും. എല്ലാവരും മുന്നിൽ പറയുമ്പോൾ നമുക്കുണ്ടാവില്ലേ ഇത് കാണുന്നില്ല. പക്ഷെ അത് പറഞ്ഞ് തിരിഞ്ഞു കഴിയുമ്പോൾ സാർ അത് ചിരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. നമ്മളും ചിരിക്കണം. അപ്പോ മൂവി കാര്യങ്ങളൊക്കെ ഒത്തിരി മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വന്നതിന് ശേഷം, ഈ സീരിയൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പിന്നെ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇനി മുമ്പ് ചെയ്ത മൂവിയൊക്കെ ഏതായിരുന്നു? മുന്നേ ഒത്തിരി ചെയ്തിട്ടുണ്ട്. OTT പടമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വെടിക്കെട്ട്, പിന്നെ കർണിക എന്ന് പറഞ്ഞ മൂവി, പിന്നെ CID രാമചന്ദ്രൻ, ഷാജോൺ ചേട്ടൻ്റെ കൂടെ, അങ്ങനെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കുറച്ച് ഒന്ന് എടുത്ത് ഇപ്പം പെട്ടെന്ന് ഒരു പറയുന്നൊരു ക്യാരക്ടർ ഏതായിരിക്കും? അതായത് ഒത്തിരി പേര് ഇങ്ങോട്ടേക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ടും എല്ലാം പറഞ്ഞത് റിപ്ലൈ CID രാമചന്ദ്രൻ. അത് ഒത്തിരി പേര് കണ്ടു. പിന്നെ കർണികയിലെ സോങ് കുറച്ച് ക്ലിക്ക് ആയിരുന്നു. അതിൽ ഡാൻസ് സെക്ഷനും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ അത് കുറച്ച് ക്ലിക്ക് ആയിരുന്നു ആ സോങ്. അങ്ങനെ എനിക്ക് ബേസിക്കലി ആ സോങ് എൻ്റെ വൺ ഓഫ് മോസ്റ്റ് ഫേവറേറ്റ്. ഇപ്പൊ ഈ ലൊക്കേഷനിൽ ഇപ്പൊ സാറ് വഴക്കുറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു. ഈ ലൊക്കേഷനിൽ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടോ? മണ്ടത്തരം അങ്ങനെ കാണിക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ, സംസാരിക്കുന്നതിനെ സൂക്ഷിച്ചേ സംസാരിക്കും. എനിക്ക് മണ്ടത്തരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വായടച്ചിരിക്കും, മിണ്ടാണ്ടിരിക്കും, പിന്നെ സംസാരിക്കാൻ പോവില്ല. മണ്ടത്തരം പിന്നെ വീട്ടിൽ നിന്നേ പറയാറ്. വീട്ടിൽ നിന്നാണ്. ഇപ്പം ഈ സീരിയലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ടോ, ഈ എപ്പിസോഡൊക്കെ കണ്ടു കൊള്ളാം അങ്ങനെയൊക്കെ പറയാറുണ്ട്? പുറത്തുമ്പോ ഫാൻസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. വന്നതിന് ശേഷമാണ്, മാത്രത്തിൽ വന്നതിന് ശേഷമാണ് ഇത്രയൊരു ചേഞ്ച് ആയത്. ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വരും. കൂടുതൽ നിങ്ങൾ പേരിനെ പറ്റിയാണ്, നിങ്ങൾ പേരിനെ പറ്റി ഫാൻസ് പേജ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഫാൻസ് പേജ് ഈ തൂവൽ സ്പർശം ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഫാൻസ് പേജ്. ഇപ്പോഴും അത് ഏതോ 1-2 എണ്ണൊക്കെ ഇങ്ങനെ
മൂവ് ആവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനതങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഏതെങ്കിലും ഒരു ഫാൻ ബോയ് പ്രപ്പോസലോ അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ലടാ ഇതുവരെയ്ക്കും. ഇനിയിപ്പൊ പ്രായം കൂടുതലും തോന്നിട്ടാണ് എനിക്ക് 21 ഉള്ളൂന്നൊക്കെ എടുത്ത് പറയാം. കല്യാണമൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചു പറഞ്ഞാ മതിയോ എനിക്ക് ഞാൻ സിംഗിൾ ആണ് എന്ന് പറയും. ഇപ്പൊ പറഞ്ഞു സിംഗിൾ ആണ്, സിംഗിൾ ആവാൻ താല്പര്യമുണ്ട്. ചുമ്മാ പറഞ്ഞു ഇത് കാണുന്ന ബോയ് ഫ്രണ്ട് സിംഗിളോ? ഇൻസ്റ്റാഗ്രാമിൽ തുറക്കാൻ പറ്റില്ല എന്തോ. അപ്പൊ ഇനി എന്താ അപ്കമിങ് പ്രൊജക്ടും കാര്യങ്ങളൊക്കെ? ഇപ്പോ പുതിയ 1-2 സീരിയൽസ് വരുന്നുണ്ട്. പക്ഷെ ഈ ഡേറ്റ് ഇത് 1 to 15 ആയതുകൊണ്ട് 15 to 13 നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ക്ലാഷിലാണ് നിൽക്കുന്നത്. അങ്ങനൊന്നും പറയാനായിട്ടില്ല. സീരിയൽ തന്നെ ഫോക്കസ്. ഡാൻസിനെക്കാട്ടും സീരിയൽസ് ആണ്. ഡാൻസ് ഓൾറെഡി നടക്കുന്നുണ്ട് സൈഡായിട്ട്, ഇതുപോലെ തന്നെ അതും കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പിന്നെ സൺഡേ ആണ് ക്ലാസ് ഒക്കെ വരുന്നത്. പിന്നെ സൈഡായിട്ട് പ്രോഗ്രാംസും അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. ബ്യൂട്ടി ടിപ്സ് ഒക്കെ എന്താണ്? അങ്ങനെ ഞാനിപ്പോ സ്പെഷ്യലായിട്ട് അങ്ങനൊന്നും ചെയ്യാറൊന്നുമില്ല. ഷൂട്ടിന് വരുമ്പോൾ മാത്രം മേക്കപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളൂ. പക്ഷേ വീട്ടിൽ നിന്ന് അച്ഛൻ പറയും പുറത്തിറങ്ങുമ്പോൾ മേക്കപ്പ് ഇടണം. പക്ഷെ എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടേ ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ കൊലം കാണുന്നത് ലൊക്കേഷനിലായതുകൊണ്ട്. അല്ലെങ്കിൽ രാവിലെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ എന്നെ കണ്ട മനസ്സിലാവില്ല. അത് ഇതിന്റെ ഇടയിൽ സാർ എന്നെ ചോദിച്ചു, ഇത് നന്ദനല്ലേ, ഇതാണല്ലേ ഒറിജിനല്? അത് നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് മാറ്റാണ് ഒറിജിനൽ കോലം കാണുന്നത്. എഴുതാണ്ടിരിക്കുമ്പോ മനസ്സിലാവില്ല. അത് സാറ് റിയൽ ആയിട്ട് സാറ് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ സാറിനെ ഇങ്ങനെ നോക്കി, സാർ ഞാനെങ്കിൽ ഇല്ലാണ്ടായി പോയി. ഇപ്പൊ ഈ ഡ്രസ്സൊക്കെ വന്നിട്ട് നമ്മൾ ഒത്തിരി മേടിക്കുന്നുണ്ട് സീരിയലിന് വേണ്ടിട്ട്. അത് കൊളാബ് ആണോ അല്ലാതെ മേടിക്കുന്നതാണോ? ഈ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോ ഇവിടുന്ന് തന്നെ കൊളാബ്സ് ഒക്കെ സെറ്റ് ആവുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് നമുക്ക് അവിടെ ചീപ്പ് റേറ്റിന് കാസർഗോഡ് ഇഷ്ടം പോലെ കോസ്റ്റ്യൂംസ് കിട്ടും. കാസർഗോഡ് ഇഷ്ടം പോലെ കിട്ടും. എങ്ങനെയൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ വരുന്നു കുർത്തി കാര്യങ്ങള്? 150-200 കിട്ടും. ഇന്ന് കാസർഗോഡ് ഈ ഒരു കുർത്തിക്ക് എത്രയായിരിക്കും? ഇത് ഇവിടെ നിന്ന് എടുത്തതാ. ഇതിനത്ര ഞാൻ ഈ ഒരു 300, 400, 500 ആ ഒരു റേഞ്ചിലത് സീരിയലിന് വേണ്ടി എടുക്കാറുണ്ട്. ഭയങ്കര സിമ്പിൾ ആണല്ലോ ഈ സീരിയൽ. ഇങ്ങനെയാണോ ഫുൾ കോസ്റ്റ്യൂം ഒക്കെ? അല്ല, ഇത് ആക്ച്വലി വന്നിട്ട് 1-ാം തീയതിയെ വന്ന് ഇന്ന് 20-ാം തീയതി ആയി. എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഓൾറെഡി 1 മുതൽ 15 വരെ ഷെഡ്യൂൾ അല്ലേ, ഇതൊക്കെ എക്സ്ട്രാ വരുന്നതല്ലേ. അപ്പൊ പിന്നെ എനിക്ക് പിന്നെ യൂസ് ചെയ്ത സാധനം പെട്ടെന്ന് യൂസ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഒരു 2-3 ഷെഡ്യൂളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പൊ ഈ മന്ത്ലി ഒരു 15-20 ദിവസം ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്, കുറച്ച് കാസർഗോഡുള്ളൂ. അപ്പൊ ട്രിവാൻഡ്രം എങ്ങനെയുണ്ട്? ട്രിവാൻഡ്രത്ത് നിൽക്കാനാണ് ഇഷ്ടം, കാസർഗോഡ് നിൽക്കാനാണ് ഇഷ്ടം? ഞാനിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ വിചാരിക്കും ഇവിടെ തന്നെ ഒന്ന് സെറ്റിൽ ആവാന്നുള്ളത്. പക്ഷെ ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ പോയിട്ട് വരുന്നതൊക്കെ. പക്ഷെ ഇവിടെ തന്നെ എല്ലാവരും പറയും ഈ ട്രാവലിംഗ് 13 മണിക്കൂറിന്റെ അടുത്ത് ട്രാവൽ ചെയ്യണല്ലോ. അപ്പൊ എല്ലാവരും പറയും ഇവിടെ തന്നെ സെറ്റിൽ ആയിക്കോട്ടെ എന്ന്. കുറച്ചും കൂടി അങ്ങോട്ടേക്ക് നോക്കാം. ഞാൻ കുറച്ച് ട്രിവാൻഡ്രത്തെ വേർഡ്സ് ഇങ്ങനെ പറയാം, എന്തെങ്കിലും ഒബ്ജക്റ്റിനെ പറ്റി. അപ്പൊ അത് കാസർഗോഡ് എന്താന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അറിയുന്ന വാക്ക് തന്നെ ആയാൽ മതിയായിരുന്നു. കപ്പയ്ക്ക, കൊള്ളി. കൊള്ളി പപ്പായക്കാണോ കൊള്ളി എന്ന് പറയുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ചത് അതാണോ? നമ്മളിവിടെ കപ്പയല്ലേ? അല്ല, പപ്പയ്ക്കെന്നും പറയും, കപ്പയ്ക്കെന്നും പറയും. പപ്പായ. പപ്പായക്ക് എന്താ പറയുന്നത് ആക്ച്വലി കാസർഗോഡ്? പപ്പായ ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. എനിക്ക് കാസർഗോഡ് നിങ്ങൾ പറയുന്നുണ്ടോ? തുറപ്പയ്ക്കോ? ഞാൻ ട്രിവാൻഡ്രം പറയുന്നത്. തുറപ്പറിയത്തില്ലേ? മാച്ചിയോ? ഓക്കെ. കുറുക്ക്. കുറുക്ക് എന്ന് പറയും. കുറുക്ക് ഇതാണ് കുറുക്ക്. പുറം. അതങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ ട്രിവാൻഡ്രമാണ് പറഞ്ഞത്. ബാക്കി കൊല്ലം കഴിഞ്ഞിട്ടുള്ളവർക്ക് മനസ്സിലാവത്തില്ല ഞാൻ പറയുന്നത്. ഓക്കെ. വേറെന്തോ? ഈ കുട്ടയ്ക്ക് എന്താ പറയും? കുട്ട. കുഞ്ഞു. കുട്ടിയല്ലേ? നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവണ്ടേ? കുട്ട. എന്താ ഇങ്ങനെ കാണിച്ചു? അത് കുഞ്ഞെന്നല്ലേ ഇവിടെയും പറയുന്നത്. വേറെ ഓക്കെ. എന്നാ കാസർഗോഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റിന്റെ കാര്യം പറ. അപ്പൊ ഞാൻ ഇവിടെ എന്താ നോക്കട്ടെ. ഈ ഒപ്പ അത് കാസർഗോഡല്ലേ? അതെന്തുവാ? അത് എങ്ങനെയാന്നല്ലേ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം യോപ്പ നീ എന്തേ കളിച്ചേർന്നേ അങ്ങനെ പറയും. യോപ്പ നീ എന്തേ കളിച്ചേർന്നേ, നീ എന്തേ എന്നാ ആക്കുന്നേ കാണിക്കുന്നേ നോക്കി നമ്മൾ ഈ എനിക്ക് അത് തന്നെ വരും. എനിക്ക് ഇതിലേ പോകുമ്പോ ആരെങ്കിലും സംസാരിച്ചാൽ ഇത് പറയും. അത് മതി. ഓക്കെ. കുടത്തിന് എന്താ പറയുന്നത്? വെള്ളം എടുക്കുന്നല്ലേ? പാനി. പാനി എന്ന് വെച്ചാൽ വെള്ളമില്ല. അല്ല, നമ്മളല്ല അവിടെ പാനി എന്നാ പറയുന്നത്. പാനി എന്നാ പറഞ്ഞു. പാനി ഹിന്ദി അല്ലേ? ഹിന്ദി. ഇതിന് പാനി പറയും. അതിനകത്തിരിക്കുന്ന സാധനത്തിനാണ് നമ്മളിവിടെ പാനി എന്ന് പറയുന്നത്. കാര്യമില്ല, നമ്മള് പുറത്തെ കാര്യമില്ല ചോദിക്കുന്നത്. നമ്മൾ അതിലുള്ള ഒബ്ജക്റ്റിന്റെ കാര്യമാണ് ചോദിക്കുന്നത്.